السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇമാം നബി റളിയല്ലാഹു അൻഹുവിൻ്റെ റിയാദുസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥം കഴിഞ്ഞ 5 ദിവസങ്ങളിലായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹത് ഗ്രന്ഥം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പങ്കുവെക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ചെറു പരിപാടിക്ക് രൂപം നൽകിയത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് അത് 6ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടുത്തെ ഹദീസുകളും അവിടുത്തെ ജീവിതചര്യകളും ഒക്കെ പിൻപറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ച യാതനകളും വേദനകളുമൊക്കെ നമ്മൾ ഒരു വേള മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മളൊന്നും ഒന്നും അനുഭവിച്ചിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവിടുന്ന് നമുക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ ഉമ്മത്തിന് വേണ്ടിയിട്ട്, നമ്മളായിരിക്കുന്ന ഉമ്മത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് ഏറെയേറെ പ്രാർത്ഥനകൾ നിർവഹിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ കാര്യത്തിലാണ് വേവലാതിപ്പെട്ടിരുന്നത്. മരണസമയത്തും തൻ്റെ ഉമ്മത്തിനെ കുറിച്ചാണ് അവിടുന്ന് വേവലാതിപ്പെട്ടത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനോടുമുള്ള ബാധ്യത നമുക്ക് ചില്ലറയൊന്നുമല്ല. പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ച കാര്യങ്ങൾ പ്രവാചകനിലൂടെ അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാൻ വേണ്ടിയാണ്. ചില ആളുകൾ, ചില മഹാന്മാർ നമസ്കരിക്കുന്നില്ല എന്ന് കണ്ടുകൊണ്ട് പ്രവാചകൻ നമസ്കരിച്ചിരുന്നു, പ്രവാചകൻ ഏത് ഘട്ടത്തിലും നമസ്കരിക്കുന്നവരായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാത്തതും ചില മഹാന്മാർ നമസ്കരിക്കുന്നത് നമ്മൾ കാണാതിരിക്കുന്നതും രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് തന്റെ സമൂഹത്തിന് ദീൻ പഠിപ്പിച്ചു കൊടുക്കാനാണ്, ദീൻ കാണിച്ചു കൊടുക്കാനാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രോഗശയ്യയിലായിരിക്കുന്ന സമയത്ത് നമസ്കാരത്തിൽ പങ്കെടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ, നമസ്കരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ പൊതുസമൂഹം, അതായത് വരും തലമുറ, അവിടുത്തെ സഹാബാക്കളുമൊക്കെ നമസ്കാരത്തിന് വിട്ടുവീഴ്ചയുണ്ട് എന്ന് വിശ്വസിക്കുമായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും മഹാന്മാർ, ഔലിയാക്കന്മാർ, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നിസ്കരിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്നതിൻ്റെ കാരണം കൊണ്ട് അവരെയും, അവർ ദീൻ ഉൾക്കൊള്ളാത്തവരാണ്, അവർ വലിയല്ല എന്ന് ഒരിക്കലും നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. കാരണം അവർ നമസ്കരിക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ നമസ്കരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ചിന്തിക്കുക. ഏതുപോലെ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിദർ നബിയോട് കൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞിനെ ഹിദർ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊല്ലുകയുണ്ടായി. നമ്മളെല്ലാവരും അൽ കഹ്ഫ് സൂറത്തിൽ കേൾക്കുന്നതാണ്. അൽ കഹ്ഫ് സൂറത്തിലെ ചരിത്രമാണ്. ആ ചരിത്രത്തിൽ പറയുന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു. സ്വാഭാവികമായിട്ടും മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുകയോ എന്ന് ചോദിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, നമ്മളും അങ്ങനെ തന്നെയല്ലേ ചിന്തിക്കുക? ശരീഅത്ത് വിരുദ്ധമായ ഒരു പ്രവർത്തനം, ഒരു നിഷ്കളങ്കമായ ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്നു.
പക്ഷേ മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കാണാത്തത് ഹിദർ നബി അലൈഹി ഇസ്ലാം അവിടെ കണ്ടു എന്നുള്ളത് നമുക്കറിയാം. ആ ചരിത്രം അവിടെ വളരെ സുദീർഘമായിട്ട് വിവരിക്കുന്നുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പോലും ഹിദർ നബിയുടെ വിജ്ഞാനത്തിന്റെ അതല്ലെങ്കിൽ ഹിദർ നബിയുടെ ആ ഉൾക്കാഴ്ച മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മഹാൻ നിസ്കരിക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ നമ്മൾ വെറുതെ അങ്ങ് കുറ്റം പറയേണ്ട ആവശ്യമില്ല. അവര് അതേ സ്ഥാനത്ത് നിങ്ങളോട് അങ്ങനെ നിസ്കരിക്കാതിരിക്കാനൊക്കെ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് വ്യാജ തരീഖത്തുകാരാണ് അല്ലെങ്കിൽ വ്യാജാവലിയാണെന്നൊക്കെ പറയാം. മറ്റുള്ളവർ അതിന് നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ അദ്ദേഹം വ്യാജനായിരിക്കും. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടില്ല എന്നുള്ളതിന്റെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ഒരിക്കലും കുറ്റം പറയാൻ നമ്മൾ ആരുമല്ല എന്നുള്ളത് കൂടെ ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത് നമുക്കിടയിൽ വന്നത് നമുക്ക് പഠിപ്പിച്ചു തരാനാണ്, നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ ഹദീസ് പഠന ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് അധ്യായം 8, 8ാമത്തെ അധ്യായമാണ് ഇനിയുള്ളത്. സത്യപ്രതിബദ്ധത, സത്യത്തോടുള്ള പ്രതിബദ്ധതയാണ് അടുത്ത ബാബ്. അള്ളാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമേ, നിർദ്ദേശിക്കപ്പെട്ട പ്രകാരം താങ്കൾ നിലകൊള്ളേണ്ടതാണ്. ഹൂദ് സൂറത്തിലെ 112ാമത്തെ ആയത്ത്. നിശ്ചയം ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് അതേ കാര്യത്തിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്തവരിലേക്ക് മരണാവസരത്തിൽ മലക്കുകൾ ഇറങ്ങി വന്ന് പറയും, നിങ്ങൾ ഭയപ്പെടേണ്ട, ദുഃഖിക്കുകയും വേണ്ട. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. ഇഹത്തിനും പരത്തിലും ഞങ്ങൾ നിങ്ങളുടെ സംരക്ഷകരാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതുമെല്ലാം നിങ്ങൾക്കവിടെ ലഭ്യമാണ്, സ്വർഗത്തിൽ ലഭ്യമാണെന്ന സാരം. കരുണാമയനും പാപം പൊറുക്കുന്നവനുമായ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കുള്ള സ്വീകരണമാണിത്. ഫുസ്സിലത്ത് സൂറത്തിലെ 30, 31, 32ാമത്തെ ആയത്താണ് ഇവിടെ പറഞ്ഞത്. ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ അവർ യാതൊന്നും ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ശാശ്വതമായ സ്വർഗത്തിന് അവകാശികളാണ് അവർ. അൽ അഹ്ഖാഫ് 13, 14 ആയത്താണ്. ഇനി അടുത്തത് ഹദീസാണ് 85ാമത്തെ ഹദീസ്. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇസ്ലാമിൽ മറ്റൊരാളോടും ചോദിച്ചു മനസ്സിലാക്കേണ്ടതില്ലാത്ത വിധം വ്യക്തമായ ഒരു ആശയം അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറയുക, പിന്നീട് അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുക. മുസ്ലിം 38. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സന്മാർഗം സ്വീകരിക്കുകയും സത്യം അവലംബിക്കുകയും ചെയ്യുക. നിങ്ങൾ അറിയുക, നിശ്ചയമാരും തന്റെ കർമ്മം കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. അറിയുക സഹോദരങ്ങളെ, തന്റെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം ആരും രക്ഷപ്പെടുകയില്ല. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, താങ്കളും അങ്ങനെയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹവും എന്നെ ആവരണം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനും രക്ഷപ്പെടുന്നതല്ല. മുസ്ലിം 76, 2816 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ കാരുണ്യം അത് പ്രധാനമാണ് കേട്ടോ. അള്ളാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ ഭൂലോകത്തിൽ നിന്ന് ആരും തന്നെ രക്ഷപ്പെടുകയില്ല എന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്. ചിന്തിക്കുക സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിക്കുക. നമ്മുടെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും രക്ഷപ്പെടുന്നത് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണെന്ന് ആരാണ് പറയുന്നത്? കളവ് പറയാത്ത മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നമ്മൾ അമൽ കൊണ്ടൊന്നും രക്ഷപ്പെടുന്നതല്ല, പ്രവൃത്തികൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുമെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ഈ ആയുസ് മുഴുവൻ ആരാധന ചെയ്താലും മതിയാകുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് എപ്പോഴും സദാസമയം ദുആ ചെയ്യുക.
അള്ളാഹുവിന്റെ കാരുണ്യം അതില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും രക്ഷപ്പെടുകയുമില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹത്തിനും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ വർഷിച്ചില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ വർഷിക്കുകയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുകയില്ല കേട്ട സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ കാരുണ്യം അനുഗ്രഹം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് ഏത് സമയത്തും അള്ളാഹുവോട് ദുആ ചെയ്യുക. അതിൽ കൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഞാൻ വലിയ സദഖ ചെയ്തവനാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, ഞാൻ വലിയ നിസ്കാരക്കാരനാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല, ഞാൻ വലിയ നോമ്പുകാരനാണെന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ കാരുണ്യം അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേട്ടോ. ആ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്കുണ്ടാകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ വർഷിപ്പിക്കുമാറാകട്ടെ എന്ന് നാം പ്രാർത്ഥിക്കുക ഏത് സമയത്തും സഹോദരങ്ങളെ. അങ്ങനെ അടുത്ത ബാബിലേക്ക് പ്രവേശിക്കുകയാണ്. അധ്യായം 9, ചിന്തയുടെ പ്രാധാന്യം. ചിന്തയെക്കുറിച്ച് പറയുന്ന ബാബാണ്. അതായത് അള്ളാഹുവിന്റെ സൃഷ്ടി മാഹാത്മ്യം, ഇഹലോകത്തിന്റെ നശ്വരത, പരലോകത്തിന്റെ ഭയാനകത തുടങ്ങിയ ഐഹിക പാരത്രിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും ആത്മാവിന്റെ ന്യൂനതകൾ തിരിച്ചറിഞ്ഞ് അതിനെ സംസ്കരിക്കാനും അതിന്റെ സത്യപ്രതിബദ്ധത പ്രോത്സാഹിപ്പിക്കാനുമുള്ള ഉത്ബോധനമാണ് ഈ അധ്യായത്തിലൂടെ പറയുന്നത്. ചിന്തിക്കണം, ചിന്തിക്കുക, ഈ ലോകത്തെക്കുറിച്ച് ചിന്തിക്കുക, ഈ ലോകത്തിന്റെ ഓരോ കണികകളെ കുറിച്ചും ചിന്തിക്കുക, നമ്മുടെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ ശരീരത്തിലോടുന്ന ഓരോ ഞരമ്പുകളെ കുറിച്ച്, ഓരോ സന്ധികളെ കുറിച്ച്, ഓരോ പ്രവർത്തനങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അതുപോലെ പ്രപഞ്ചത്തിൽ കാണുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ നാളെ പരലോക ജീവിതത്തിലെ ഭയാനകരമായിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുക. അവിടുത്തെ പ്രവാചക പൂങ്കവരെ കുറിച്ച് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ചിന്തകളെ കുറിച്ച് പറയുന്ന ഒരു ബാബാണ്. ചിന്തയുടെ പ്രാധാന്യങ്ങൾ, മഹാത്മ്യങ്ങള് ഒക്കെ വിവരിക്കുന്ന ഒരു ബാബാണ് ഇനി നമുക്ക് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. സൂറത്തിൽ 46-ാമത്തെ ആയത്ത് പറയുന്നു, അള്ളാഹു പറയുക അവസാനമായി, ഒരു കാര്യം മാത്രം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഓരോരുത്തരായും ഈ 2 പേരായും നിലകൊള്ളുക, എന്നിട്ട് അവന്റെ സൃഷ്ടികളെ പറ്റിച്ച് ചിന്തിക്കുക. 46 ഒറ്റയ്ക്ക് ഇരുന്നിട്ടും ഇനി 2 ആൾ കൂടി ഇരുന്നിട്ടൊക്കെ അവന്റെ സൃഷ്ടികളെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്ത് ചിന്തിക്കുക സഹോദരങ്ങളെ. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട്. നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവിനെ സ്മരിക്കുകയും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ചിന്തിക്കുകയും ചെയ്യുന്നവരാണവർ. ഞങ്ങളുടെ നാഥ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല, നിന്നെ ഞങ്ങൾ വാഴ്ത്തുന്നു എന്നവർ പറയുകയും ചെയ്യുന്നതാണ്. ആൽ ഇമ്രാൻ 190-191 ആയത്താണ്. ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു, ആകാശം എങ്ങനെ ഉയർത്തപ്പെട്ടു, പർവ്വതങ്ങൾ എങ്ങനെ നാട്ടിലിരുത്തപ്പെട്ടു, ഭൂമി എങ്ങനെ നിരപ്പാക്കപ്പെട്ടു എന്ന കാര്യം നിങ്ങളൊന്നും അതിലേക്ക് നോക്കുന്നില്ലേ? നിങ്ങളൊന്നും ചിന്തിക്കുന്നില്ലേ സഹോദരങ്ങളെ? അങ്ങ് അവരെ ഉപദേശിക്കുക. നിശ്ചയം അങ്ങ് ഉപദേശിക്കുന്നവർ മാത്രമാണ്. ഭൂമിയിലൂടെ അവർ സഞ്ചരിക്കുകയും അതിലുള്ള ദൃഷ്ടാന്തങ്ങൾ നിരീക്ഷണം നടത്തുകയും ചെയ്യുന്നില്ലേ? മുഹമ്മദ് സൂറത്തിലെ 10-ാമത്തെ ആയത്ത്. മുൻ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു 66-ാമത്തെ ഹദീസ് ഉണ്ട്. അതൊക്കെ ഇതിനോട് ബന്ധപ്പെട്ട ഹദീസാണ്. അതുകൊണ്ട് ഇതിലെ ഹദീസുകളൊന്നും പറഞ്ഞിട്ടില്ല. 66-ാമത്തെ ഹദീസ് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ആ ഹദീസ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഏതാണ് ഹദീസ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ യഅ്ലാ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരീരത്തെ മതശാസ്ത്രങ്ങൾക്ക് വിധേയമാക്കി തീർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ദേഹേച്ഛകൾക്ക് വിധേയമായി ജീവിക്കുന്നതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് മോക്ഷം ആഗ്രഹിക്കുന്നവർ അതിന് അപ്രാപ്തനായി തീരുന്നതാണ്. തുർമദി 244-61, അഹമ്മദ് 4-124 എന്ന ഹദീസ് ഇതിനോട് കൽപ്പിക്കുന്നത്. ഇനി അടുത്തത് നന്മയിലേക്കുള്ള മുന്നേറ്റം. അധ്യായം 10. അള്ളാഹു പറഞ്ഞു, നന്മയിലേക്ക് നിങ്ങൾ മുൻകടക്കുക.
അൽ ബഖറ 148 ആയത്ത് പറയുന്നു, നന്മകളിലേക്ക് നിങ്ങൾ മുൻകടക്കുക. ആർ ഇമ്രാനിൽ 133 പറയുന്നു, നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും അതിനുപകരിക്കുന്ന കാര്യങ്ങളിലേക്കും ഭയഭക്തിയുള്ളവർക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടതും ആകാശഭൂമികളുടെ അത്ര വിശാലവുമായ സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിയിൽ മുന്നേറുക. 87-ാമത്തെ ഹദീസാണ് ഇനി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുന്നേറുക. ഇരുൾമുറ്റിയ രാത്രിയുടെ ഖണ്ഡങ്ങൾ പോലെ, ഇരുൾമുറ്റിയ രാത്രിയുടെ അവസ്ഥകൾ പോലെയുള്ള പരസ്പരം ചേർന്നതും വേർപെടുത്താനാവാത്തതുമായ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അന്ന് പുലരുമ്പോൾ സത്യവിശ്വാസിയായിരുന്നയാൾ വൈകുന്നേരം സത്യനിഷേധിയായിത്തീരും. വൈകുന്നേരം സത്യവിശ്വാസിയായിരുന്നയാൾ നേരം പുലരുമ്പോൾ സത്യനിഷേധിയായിത്തീരും. ഐഹികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ദീൻ വിൽപ്പന നടത്തുന്നത് കൊണ്ടാണിത്. മുസ്ലിം 118. ചിന്തിക്കുക സഹോദരങ്ങളെ, ഇന്നത്തെ അവസ്ഥ എന്താ? ദീന് വിൽപ്പന നടത്തുക. നമ്മുടെ ദീനിനെ നമ്മൾ വിൽക്കുന്ന ഒരവസ്ഥ. ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രശസ്തിക്ക് വേണ്ടിയിട്ട്, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, തനിക്ക് ആഡംബരമായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ദീനിനെ വിൽക്കുന്നു. ആ ദീനിനെ വിൽപ്പന നടത്തുന്ന കാലത്ത് ഇങ്ങനത്തെ അവസ്ഥയാണെന്നറിയുമോ? പുലരുമ്പോൾ സത്യവിശ്വാസിയായിരുന്നയാൾ വൈകുന്നേരം സത്യനിഷേധത്തിലായിത്തീരും. വൈകുന്നേരം സത്യവിശ്വാസിയായിരുന്നയാൾ നേരം പുലരുമ്പോൾ സത്യനിഷേധിയായിത്തീരും. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട് സഹോദരങ്ങളെ. ചിന്തിക്കുക. അതിന്റെ കാരണം പറഞ്ഞല്ലോ, ദീൻ വിൽപ്പന നടത്തുന്നത് കൊണ്ടാണ് ഇതെന്ന്. ഐഹിക നേട്ടങ്ങൾക്ക് വേണ്ടി ദീൻ വിൽപ്പന നടത്തുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറയുന്നു. 88-ാമത്തെ ഹദീസ് ഖുബാർ റളിയല്ലാഹു അൻഹു നിവേദനം, മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് ഞാൻ അസ്ർ നിസ്കരിച്ചു. സലാം വീട്ടിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ധൃതിപ്പെട്ട് എഴുന്നേറ്റ് ജനങ്ങളുടെ ചുമലുകൾ മറികടന്ന് ഭാര്യമാരിൽ ഒരാളുടെ മുറിയിലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ധൃതി കണ്ട് ജനങ്ങൾ പരിഭ്രമിച്ചു. താമസം വിനാ അവിടുന്ന് തിരിച്ചു വന്നു. താൻ കാണിച്ച ബദ്ധപ്പാടിൽ ജനങ്ങൾ പരിഭ്രമിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ പക്കലുണ്ടായിരുന്നു അല്പം സ്വർണ്ണ നാണയത്തെ കുറിച്ച് ഓർമ്മ വന്നത് കൊണ്ടാണ് ഞാൻ ധൃതിപ്പെട്ട് എഴുന്നേറ്റ് പോയത്. അത് അള്ളാഹുമായി കൂടുതൽ അടുക്കുന്നതിന് ഒരു തടസ്സമാവുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഉടൻ അത് വിതരണം ചെയ്യാൻ ഞാൻ കൽപ്പിക്കുകയായിരുന്നു. ചിന്തിക്കുക സഹോദരങ്ങളെ, ആ സ്വർണം അല്ലാഹുമായിട്ട് കൂടുതൽ അടുക്കുന്നതിന് തടസ്സമാകുമെന്ന് വിചാരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തെന്നറിയോ? തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം എത്രയും പെട്ടെന്ന് നമസ്കരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പ്രവാചകൻ അത് ഓർമ്മ വന്നപ്പോൾ എത്രയും പെട്ടെന്ന് അത് വിതരണം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടാണ് പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു വന്നത്. ചിന്തിക്കണം സഹോദരങ്ങളെ. ബുഖാരി 2279 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളൊക്കെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ പ്രവാചകനോ ഉള്ളത് എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്നു. സദഖ ചെയ്യാൻ അള്ളാഹുവിന്റെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇടയിലുള്ള ആ ഒരു ബന്ധം നഷ്ടപ്പെടുമെന്ന്, ആ പണം കാരണം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടിട്ട് അള്ളാഹുവിന്റെ റസൂൽ ചെയ്തത് എന്താ? എത്രയും പെട്ടെന്ന് അത് വിതരണം ചെയ്യാനുള്ള അവസരം ഒരുക്കാൻ വേണ്ടി ബന്ധപ്പെട്ടവരോട് കൽപ്പിക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ ചിന്തിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, ഉഹദ് യുദ്ധ ദിവസം ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ യുദ്ധത്തിൽ വധിക്കപ്പെട്ടാൽ ഞാൻ എവിടെയായിരിക്കും? സ്വർഗത്തിൽ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം. ഉടൻ അദ്ദേഹം തന്റെ കയ്യിലുണ്ടായിരുന്ന കാരക്ക വലിച്ചെറിഞ്ഞു യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു. രക്തസാക്ഷിയാകുന്നത് വരെ യുദ്ധം ചെയ്തു. ബുഖാരി 7273, മുസ്ലിം 1899 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിച്ചു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അത്യധികം പ്രതിഫലമുള്ള ധർമ്മം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സമ്പത്ത് ആഗ്രഹിക്കുകയും ദാരിദ്ര്യം ഭയപ്പെടുകയും ചെയ്യുന്ന പിശുക്കനും ആരോഗ്യവാനുമായിരിക്കെ ചെയ്യുന്ന ദാനമാണത്.
ദാനം നീ ഒരിക്കലും നീട്ടിവെക്കരുത്. നീട്ടിവെച്ചാൽ ആത്മാവ് തൊണ്ടക്കുയിലെത്തുമ്പോൾ ഇതവനെ ഇന്നതിന്നെ എന്നിങ്ങനെ നീ പറയേണ്ടി വരും. അതാകട്ടെ അവർക്കുള്ളതായിട്ടുണ്ട് താനും. ബുഖാരി 3:226, മുസ്ലിം 1032. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഉഹുദ് യുദ്ധ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാൾ എടുത്തുകൊണ്ട് ചോദിച്ചു, എന്നിൽ നിന്ന് ആരാണ് ഈ വാൾ സ്വീകരിക്കുക? ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഓരോരുത്തരും കൈനീട്ടി. അർഹിക്കുന്ന വിധം ആരാണിത് പിടിക്കുക എന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ ജനങ്ങൾ പിൻവാങ്ങി. അത് അർഹിക്കുന്ന വിധം ഞാൻ പിടിച്ചു കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അബൂ ദുജാന റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നു. അദ്ദേഹം ആ വാൾ സ്വീകരിച്ചു. ബഹുദൈവ വിശ്വാസികളുടെ തല അരിഞ്ഞു പിളർത്തുകയും ചെയ്തു. മുസ്ലിം 2470. സുബൈർ ഇബ്നു അദി റളിയല്ലാഹു അൻഹു നിവേദനം, ദുഷ്ടനായ ഹജ്ജാജിന്റെ പീഡനങ്ങളെ കുറിച്ച് ഞങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പരാതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക. ഏത് കാലവും മുൻകാലത്തെ അപേക്ഷിച്ച് ദുഷിച്ചതായിരിക്കും. നിങ്ങൾ നാഥനുമായി കണ്ടുമുട്ടുന്നതുവരെ ഇതായിരിക്കും അവസ്ഥ. ഈ കാര്യം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതാണ്. ബുഖാരി 13:16. ബുഖാരി 17 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 13, 16, 17. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 7 ദുരന്തങ്ങൾ വന്നണയുന്നതിന് മുമ്പ് നിങ്ങൾ സത്പ്രവർത്തനങ്ങളിൽ ബദ്ധശ്രദ്ധരാവുക. ഏതൊക്കെയാണ്? വിസ്മൃതിയിലായിട്ടുന്ന ദാരിദ്ര്യമോ, അക്രമത്തിലേക്ക് നയിക്കുന്ന സമ്പത്തോ, സ്ഥിതിഗതികൾ കുഴപ്പത്തിലാക്കുന്ന രോഗമോ, പിച്ചും പേയും പറയുന്ന വാർദ്ധക്യമോ, ആകസ്മിക മരണമോ, പ്രതീക്ഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നാശമായ ദജ്ജാലോ കൈപ്പേറിയതും അപ്രതിരോധ്യമായുമായ അന്ത്യദിനമോ അല്ലാത്ത വല്ല ദുരന്തവും നിങ്ങൾക്ക് വരാനുണ്ടോ? തുർമുദി 2377 ഹദീസുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖൈബർ യുദ്ധ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാൾക്കും ഞാൻ ഇനി പതാക കൊടുക്കും. അയാൾ മുഖേന അള്ളാഹു വിജയം തരും. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന് മാത്രമേ എനിക്ക് നേതൃമോഹം ഉണ്ടായിട്ടുള്ളൂ. അതിനുവേണ്ടി എന്നെ വിളിക്കുമെന്ന് ആശിച്ചുകൊണ്ട് ഞാൻ തല ഉയർത്തി നോക്കി. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് പതാക അദ്ദേഹത്തിന് കയ്യിലേൽപ്പിക്കുകയാണ് ഉണ്ടായത്. എന്നിട്ട് പറഞ്ഞു, മുന്നോട്ട് നടക്കുക, തിരിഞ്ഞു നോക്കരുത്. താങ്കൾ മുഖേന അള്ളാഹു വിജയം പ്രദാനം ചെയ്യും. കുറച്ചു ദൂരം നടന്നപ്പോൾ അലി റളിയല്ലാഹു അൻഹു നിന്നു. തിരിഞ്ഞു നോക്കാതെ ഉറക്കെ വിളിച്ചു ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, എന്തടിസ്ഥാനത്തിലാണ് ഞാൻ അവരുമായി യുദ്ധം ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹു അല്ലാതെ ആരാധനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂലാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നത് വരെ അവരുമായി യുദ്ധം ചെയ്യുക. അവർ അനുസരിച്ചാൽ ചില അവകാശങ്ങളുടെ പേരിലല്ലാതെ താങ്കളിൽ നിന്ന് അവരുടെ രക്തവും സമ്പത്തും അവൻ സംരക്ഷിക്കും. അവരനുസരിച്ചാൽ ചില അവകാശങ്ങളുടെ പേരിലല്ലാതെ താങ്കളിൽ നിന്ന് അവരുടെ രക്തവും സമ്പത്തും ജീവനും അവർ സംരക്ഷിച്ചു. എന്നാൽ അവരുടെ വിചാരണ അള്ളാഹുവിന്റെ പക്കലാണ് കേട്ടോ. മുസ്ലിം 2405. അധ്യായം 11. കഠിന പരിശ്രമത്തെ കുറിച്ച് പറയുന്ന ബാബാണ്. അള്ളാഹു പറഞ്ഞു, നമ്മുടെ മാർഗത്തിൽ കഠിനമായി പരിശ്രമിക്കുന്നവരെ നാം നമ്മുടെ മാർഗങ്ങളിൽ നയിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ സഹായം ഗുണവാന്മാർക്കാണ്. അങ്കബൂത്ത് സൂറത്തിൽ 69-ാമത്തെ ആയത്ത്. നിനക്ക് ഉറപ്പ്, മരണം വരുന്നത് വരെ നിന്റെ നാഥനെ ആരാധിക്കുക. ഹിജ്റ 99. നിന്റെ നാഥന്റെ നാമം ഉരുവിടുകയും അവനുള്ള ആരാധനയിൽ മുഴുകുകയും ചെയ്യുക. മുസമ്മിൽ 8. അണുമണി തൂക്കം നന്മ ആരെങ്കിലും ചെയ്താൽ അതിന്റെ പ്രതിഫലം അവൻ ദർശിക്കുക തന്നെ ചെയ്യും. സൽസല 7. നിങ്ങൾ ആത്മഗുണത്തിനു വേണ്ടി ചെയ്യുന്ന നന്മകൾ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തായ നേട്ടവും വലിയ പ്രതിഫലവുമായി നിങ്ങൾക്ക് ലഭിക്കും. മുസമ്മിൽ 20. നിങ്ങൾ നല്ല മാർഗത്തിൽ ചെലവിടുന്നത് സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നവരാണ്. അൽ ബഖറ 273-ാമത്തെ ആയത്ത്. ഈ വിഷയമായിട്ട് ഒരുപാട് ആയത്തുകൾ വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ചിന്തിക്കുക.
95-ാമത്തെ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം. അല്ലാഹു പറഞ്ഞതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, എന്റെ വലിയനെ എതിർക്കുന്നവരാരോ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൊണ്ടും എന്റെ അടിമയ്ക്ക് എന്നോട് അടുക്കാനേ ആവില്ല. ഫർദിന് പുറമെ, അതായത് ഫർദിന് പുറമെ സുന്നത്തുകൾ കൊണ്ട് എന്റെ ദാസൻ എന്നോട് അടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും. ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കർണവും കാണുന്ന നേത്രവും പിടിക്കുന്ന കരവും നടക്കുന്ന കാലും ഞാനാകും. ചോദിക്കുന്നതെന്തും ഞാൻ അവന് നൽകും. അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകും. പരിശുദ്ധിയും അമാനുഷിക സിദ്ധികളും ലഭിക്കും എന്ന് സാരം. ബുഖാരി 11:292, 297. ചിന്തിക്കുക സഹോദരങ്ങളെ, അല്ലാഹു പറഞ്ഞതായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, എന്റെ വലിയനെ എതിർക്കുന്നവരാരോ അവരോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാൻ നിർബന്ധമാക്കിയിട്ടുള്ളതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നുകൊണ്ടും എന്റെ അടിമയ്ക്ക് എന്നോട് അടുക്കാനാവില്ല. സുന്നത്തുകൾ കൊണ്ട് എന്റെ ദാസൻ എന്നോട് അടുത്തുകൊണ്ടിരിക്കും. ഫർളൊക്കെ ചെയ്യുന്നതിന് പുറമെ സുന്നത്തുകൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിനോട് ഏറ്റവും ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്നതാവും. അപ്പോൾ ഞാൻ അവനെ സ്നേഹിക്കും. ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത് ഞാനാകും, കാണുന്ന കണ്ണ് ഞാനാകും, പിടിക്കുന്ന കരം ഞാനാകും, നടക്കുന്ന കാല് ഞാനാകും, ചോദിക്കുന്നതെന്തും ഞാൻ അവന് നൽകും. അഭയം തേടിയാൽ ഞാൻ അവന് അഭയം നൽകും. പരിശുദ്ധയും അമാനുഷിക സിദ്ധികളും ഒക്കെ ഉണ്ടാകും. അതാണ് വലിയ, അതാണ് ഔലിയാക്കൾ. സഹോദരങ്ങളെ ചിന്തിക്കുക. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങോട്ട് കൂടുതൽ അടുക്കുന്നതാണ് സഹോദരങ്ങളെ. ഇസ്ലാം അനസ് റളിയല്ലാഹു അൻഹു നിവേദനം. അല്ലാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്നു, എന്റെ അടിമ ഒരു ചാണെടുത്താൽ ഞാൻ അവനോട് ഒരു മുഴമെടുക്കും. അവൻ എന്നോട് ഒരു മുഴമെടുത്താൽ ഞാൻ അവനോട് ഒരു വാര അടുക്കും. അവൻ എന്റെ അടുത്തേക്ക് നടന്നു വന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. ബുഖാരി 13:427 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, അള്ളാഹുവിലേക്ക് നമ്മൾ കുറച്ചങ്ങോട്ട് അടുത്താൽ അള്ളാഹു ഇങ്ങോട്ട് കൂടുതൽ അടുക്കുമെന്നാണ് ഈ ഹദീസിലൂടെയുള്ള സാരം. അള്ളാഹുവിനോട് അടുക്കുന്നതനുസൃതമായി അവന്റെ പ്രീതി ഇങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക സഹോദരങ്ങളെ. അങ്ങനെ അള്ളാഹുവിന്റെ പ്രീതി നമ്മൾ കാംക്ഷിച്ചെടുക്കുക. നിർബന്ധമായ അമലുകളൊക്കെ അള്ളാഹുവിന് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ സുന്നത്ത് വർദ്ധിപ്പിക്കുക തന്നെ വേണം. അള്ളാഹുവിന്റെ പ്രീതി ലഭിക്കണമെങ്കിൽ സുന്നത്ത് വർദ്ധിപ്പിക്കുക തന്നെ വേണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മള് സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാൻ ശ്രമിക്കുക സഹോദരന്മാരെ. നിർബന്ധങ്ങൾ തന്നെ പലരും ചെയ്യാത്തൊരവസ്ഥയാണ് നമ്മൾ കാണപ്പെടുന്നത്. നമസ്കാരങ്ങൾ അനാവശ്യമായി ഖളാഅക്കുന്ന എത്രയോ പേര് നമ്മുടെ ഇടയിലുണ്ട്. നമസ്കാരങ്ങളിലേക്ക് പള്ളിയിൽ പോകാത്ത എത്രയോ പേര് നമുക്കിടയിലുണ്ട്. നമസ്കരിക്കുമ്പോൾ തന്നെ പള്ളിയുടെ മുന്നിലൂടെ ഇങ്ങനെ ജമാഅത്ത് നടക്കുമ്പോഴും നടന്നു പോകുന്ന എത്രയോ സുഹൃത്തുക്കൾ നമ്മുടെ ഇടയിലുണ്ട്. സഹോദരങ്ങളെ ചിന്തിക്കുക. അള്ളാഹു പറയുന്നു നിർബന്ധങ്ങൾ കൊണ്ട് മാത്രം എന്നിലേക്ക് അടുക്കാൻ സാധ്യമല്ല. അള്ളാഹു പറയുന്നതായിട്ട് റസൂല് പറയുന്നു, സുന്നത്തുകൾ കൊണ്ടാണ് എന്നിലേക്ക് അടുക്കാൻ സാധിക്കുക. അതുകൊണ്ട് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാരോ അവരിലേക്ക് ഞാൻ കൂടുതൽ അടുക്കുമെന്ന് അള്ളാഹു പറഞ്ഞതായിട്ട് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലിയ രണ്ട് അനുഗ്രഹങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ അധിക ജനങ്ങളും പരാജയപ്പെടുന്നു. ആരോഗ്യവും ഒഴിവ് സമയമാണത്. ബുഖാരി 11:196. ചിന്തിക്കുക, നമ്മുടെ ആരോഗ്യം, നമ്മുടെ യുവത്വം, നമ്മുടെ ഒഴിവ് സമയങ്ങള് നമ്മൾ എന്തിനാണ് കൂടുതൽ ചെലവഴിക്കുന്നത്? നല്ലത് കേൾക്കാനാണോ? നല്ലത് പറയാനാണോ? നല്ലത് കാണാനാണോ? നല്ലത് പ്രവർത്തിക്കാനാണോ? എന്തിനാണ് നാം ചെലവഴിക്കുന്നതെന്ന് നമ്മളൊരു ആത്മപരിശോധന നടത്തുക. ആത്മപരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഇന്നത്തെ ദിവസം എന്ത് ചെയ്തു. ഇന്ന് നമുക്ക് എത്രയോ ഒഴിവ് സമയം കിട്ടി. നമ്മുടെ നാവിലൂടെ നല്ല ദിക്റുകൾ വരുമായിരുന്നല്ലോ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ കാതുകൾ നല്ലത് കേൾക്കാൻ പറ്റുമായിരുന്നല്ലോ. എന്നിട്ട് നമ്മൾ എന്താണ് ചെയ്തത്? നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നല്ലോ. എന്നിട്ട് നാം എന്താണ് ചെയ്തത് എന്ന് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക സഹോദരങ്ങളെ.
എന്നിട്ട് ഒഴിവു സമയങ്ങളൊക്കെ നല്ലതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുക. യുവത്വം നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക. സഹോദരങ്ങളെ ചിന്തിക്കുക. 98-ാമത്തെ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, രാത്രിയിൽ നിന്ന് നിസ്കരിച്ചിരുന്നത് കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇരു പാദങ്ങളിലും നീര് വന്നു വീങ്ങിയിരുന്നു. ഇത് കണ്ട് ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരേ, അങ്ങയുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളും പൊറുക്കപ്പെട്ടിരിക്കെ ഈ വിധത്തിനാണ് രാത്രിയിൽ നിന്ന് നിസ്കരിക്കുന്നത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അല്ലാഹുവിന് കൂടുതൽ നന്ദി കാണിക്കുന്ന അടിമയാകാൻ ഞാൻ ആഗ്രഹിക്കേണ്ടയോ എന്നായിരുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സർവ്വപാപങ്ങളും പൊറുക്കപ്പെട്ടതാണ്. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂല് രാത്രി കാലങ്ങളിൽ നിന്നിട്ട് നമസ്കരിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാൽപാദങ്ങളിൽ ഇങ്ങനെ നീര് വന്നിരുന്നു എന്ന് പറയുന്നത് ആരാണ്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ ആണ് നമ്മളോട് പറയുന്നത്. സഹോദരങ്ങളെ ചിന്തിക്കുക സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് എന്താണ് പ്രതികരിച്ചത്? അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ഞാൻ എന്നാണ് പ്രതികരിച്ചത്. അല്ലാഹുവിന് നന്ദി കാണിക്കുക. ബുഖാരി 8449 ഹദീസുണ്ട്. മുസ്ലിം 2819 2820 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, റമദാൻ അവസാനത്തെ 10 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകൾ കൊണ്ട് രാത്രി ജീവസുറ്റതാക്കുകയും ഭാര്യമാരെ വിളിച്ചുണർത്തുകയും കഴിയുന്നത്ര അധ്വാനിക്കുകയും മുണ്ടുമുറുക്കി ഉടുക്കുകയും ചെയ്തിരുന്നു. ബുഖാരി 4233 234, മുസ്ലിം 1174 ഹദീസുണ്ട്. ചിന്തിക്കുക. റമദാൻ മാസം കടന്നു വന്നാൽ അവസാനത്തെ 10 വന്നാല് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കണ്ട് ഉഷാറാക്കിയിട്ട് മുണ്ടൊക്കെ ഒന്നുകൊണ്ട് മുറുക്കി കൊടുത്തിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇങ്ങനെ നിസ്കരിച്ചിട്ടും ആരാധനകളിലുമായിട്ട് ഇങ്ങനെ മുഴുകുമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന സഹോദരങ്ങളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസത്തിലും ആരോഗ്യത്തിലും ശക്തനായ സത്യവിശ്വാസിയാണ് ദുർബലനായ സത്യവിശ്വാസിയേക്കാൾ ഉത്തമനും അല്ലാഹുവിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടവനും. ഇരുവരിലും നന്മയുണ്ട്. നിനക്ക് പ്രയോജനകരമായത് മാത്രം നീ മോഹിക്കുക. അല്ലാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. ഒരിക്കലും നീ അശക്തനാകരുത്. നിനക്ക് വല്ലതും നേരിട്ടാൽ, ആപത്തുകൾ വല്ലതും നേരിട്ടാൽ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നിങ്ങനെ സംഭവിക്കുമില്ലായിരുന്നു എന്ന് നീ പറയരുത്. നീ പറയേണ്ടത് എല്ലാം അല്ലാഹുവിന്റെ നിശ്ചയമാണെന്നും അവൻ ഉദ്ദേശിച്ചത് നടക്കുകയുള്ളൂ എന്നുമാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന പ്രയോഗം പിശാചിന്റെ പ്രവർത്തനത്തിന് വഴി തുറക്കും. ലൗ എന്ന പ്രയോഗം, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന പ്രയോഗം പിശാചിന്റെ പ്രവർത്തനത്തിന് വഴി തുറക്കും. മുസ്ലിം 2664 പറയുന്നു, റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. വല്ല ആപത്തുകളും നമുക്ക് നമ്മുടെ യാത്രകളിലോ മറ്റോ ബന്ധപ്പെട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മിൽ പല ആളുകളും പറയുന്നുണ്ട്, എന്തിനാ ആ വഴിക്ക് പോയി, എനിക്ക് നീ ഈ വഴിക്ക് പോയിക്കൂടായിരുന്നോ, ഇങ്ങനെ ചെയ്യായിരുന്നെങ്കിൽ അങ്ങനെ പറ്റൂലായിരുന്നല്ലോ എന്ന് പറയാറുണ്ട്. എന്നാ ചിന്തിക്കുക സഹോദരങ്ങളെ, അങ്ങനെ ഒരിക്കലും പറയരുത്. അത് പിശാചിന്റെ വഴികളാണ് കേട്ടോ. അത് പിശാചിന്റെ പ്രവർത്തനത്തിന് വഴി തുറക്കുന്നതാണ് കേട്ടോ. അത് അങ്ങനെ പറയുന്നത് പിശാചിന്റെ പ്രവർത്തനങ്ങൾക്ക് വഴി തുറന്നു കൊടുക്കലാണ്. എന്നാൽ നിനക്കങ്ങനെ സംഭവിച്ചെങ്കിൽ നീ അല്ലാഹുവിൽ വരവേൽപ്പിച്ചുകൊണ്ട് പറയുക, അല്ലാഹുവിന്റെ വിധിയാണിത്. ആ അല്ലാഹുവിന്റെ വിധിയാണ് നടന്നിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിധിയാണ്, ഞാൻ ഇതിലൂടെ വരണമെന്നത് അല്ലാഹുവിന്റെ വിധിയാണ്, ഇത് സംഭവിക്കണമെന്നും അല്ലാഹുവിന്റെ വിധിയാണ്. അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തിയല്ലോ, ഇത്രയല്ലേ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞ് സമാധാനിക്കുകയാണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ വിധിയിൽ വരമേൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് സഹോദരങ്ങളെ. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകുമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആകുമായിരുന്നില്ല എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഹത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വർഗവും ദേഹേച്ഛ കൊണ്ട് നരകവും വലയപ്പെട്ടിരിക്കുന്നു. ബുഖാരി 11:274, മുസ്ലിം 2822. എന്താ പറഞ്ഞത്? ദേഹത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വർഗം കിട്ടും, ദേഹത്തിന് വെറുപ്പുള്ള കാര്യങ്ങൾ കൊണ്ട് സ്വർഗവും ദേഹേച്ഛ കൊണ്ട് നരകവും കിട്ടും.
ദേഹേച്ഛകൾക്ക് അടിമപ്പെട്ട് കൊണ്ടുപോയാല്, ദേഹത്തിന്റെ ഇച്ഛകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചു പോയാല് തീർച്ചയായും നരകത്തിലേക്കുള്ള ടിക്കറ്റ് വാങ്ങാം. അതല്ല, ദേഹത്തിന്റെ ഇച്ഛയുള്ള കാര്യങ്ങളെ വെറുത്തുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ടാൽ, ആ കാര്യങ്ങളെ മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാല് തീർച്ചയായിട്ടും അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റും ലഭിക്കും. സഹോദരങ്ങളെ, ഹുദൈഫ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒന്നിച്ച് ഒരു രാത്രി നിസ്കരിച്ചു. അവിടുന്ന് അൽ ബഖറ സൂറത്ത് ഓതാൻ തുടങ്ങി. 100 ആയത്ത് ഓതിയ റുകൂ ചെയ്യുമെന്ന് ഞാൻ കരുതി. പിന്നെയും അവിടുന്ന് ഓത്തു തുടർന്നു. ആ റക്അത്തിൽ ആ സൂറത്ത് മാത്രമേ പാരായണം ചെയ്യുകയുള്ളൂ എന്നും അത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുകൂ ചെയ്യുമെന്നും ഞാൻ വിചാരിച്ചു. എന്നാൽ അൽ ബഖറ കഴിഞ്ഞു. അവിടുന്ന് സൂറത്ത് നിസായിലേക്ക് കടന്നു. അതും ഓതിക്കഴിഞ്ഞ് ആൽ ഇംറാൻ തുടങ്ങി. വളരെ സാവധാനമായിരുന്നു ആ സൂറത്ത് ഓതിയിരുന്നത്. തസ്ബീഹ് വേണ്ടിടത്ത് തസ്ബീഹും, പ്രാർത്ഥിക്കേണ്ടിടത്ത് പ്രാർത്ഥനയും, അഭയം ചോദിക്കേണ്ടിടത്ത് അഭയാർത്ഥനയും നടത്തിക്കൊണ്ടാണ് ഓരോ ആയത്തിലൂടെയും അവിടുന്ന് കടന്നുപോയത്. പിന്നെ റുകൂ ചെയ്തു. റുകൂയിൽ സുബ്ഹാന റബ്ബിയൽ അലീം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈർഘ്യത്തിൽ ഏതാണ്ട് നൃത്തത്തിന് തുല്യമായിരുന്നു റുകൂവും. പിന്നെ സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നിവർന്നു നിന്നു. റുകൂവിന് തുല്യമായ എത്ര സമയം നിന്ന ശേഷം അവിടുന്ന് സുജൂദ് ചെയ്തു. സുജൂദ് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അതും നൃത്തത്തിന്റെ അത്ര ദൈർഘ്യമുള്ളതായിരുന്നു. മുസ്ലിം 772. ചിന്തിക്കുക, ഈ ഒരു നിസ്കാരം എന്താണ്? ഈ നിസ്കാരം എത്രയോ ദീർഘമായിരിക്കുന്ന നിസ്കാരം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സൂറത്തെങ്ങാനും ഇമാം ഓതിക്കഴിഞ്ഞാൽ ആ ഇമാമിന്റെ ബാക്കിൽ പിന്നെ നിസ്കരിക്കണോ എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പക്ഷേ അത് പ്രാവർത്തികമാണ്. പലരും പല ദീർഘമായ സൂറത്ത് തന്നെയാണ് ഓതാറുള്ളത്. പക്ഷേ നാടുകളിൽ ജുമഅക്കെങ്ങാൻ ഒരു വലിയ സൂറത്ത് ഓതിയാല് ആ സൂറത്തിന്റെ അവസാനത്ത് പോയിട്ട് തക്ബീർ കെട്ടാനാണ് ചില ആളുകളൊക്കെ ശ്രമിക്കാറ്. സഹോദരങ്ങളെ, ചിന്തിക്കുക, അള്ളാഹിന്റെ റസൂല് കേട്ടോ, അള്ളാഹുവിന്റെ റസൂല് രാത്രിയിലെ ഒരു നിസ്കാരത്തിൽ ഓതിയ സൂറത്തിന്റെ ദൈർഘ്യം നിങ്ങൾക്കറിയില്ലേ? എന്താണ്, എത്രത്തോളം ദൈർഘ്യമാണ്? സൂറത്ത് അൽ ബഖറ സൂറത്ത് എത്ര ആയത്താണ്? അതും സാവധാനം ഓതുക. അതിന് ശേഷം സൂറത്ത് നിസാ അത്രത്തോളം തന്നെ റുകൂഉം ചെയ്യുന്നു, അത്രത്തോളം സമയം തന്നെ ഇഅ്തിദാലിലും നിൽക്കുന്നു, അത്രത്തോളം സമയം തന്നെ സുജൂദിലും നിൽക്കുന്നു. അങ്ങനെ ഒരു നിസ്കാരം എത്രയോ ദീർഘമായിരിക്കുന്ന ഒരു നമസ്കാരം അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുന്നു. ചിന്തിക്കുക സഹോദരങ്ങളെ. മുസ്ലിം 772 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. 103-ാമത്തെ ഹദീസ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു രാത്രി ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിസ്കരിച്ചു. അതിന് നൃത്തം നീണ്ടപ്പോൾ ഞാൻ ഒരു തെറ്റ് ചെയ്യാൻ കരുതിപ്പോയി. താങ്കൾ എന്ത് ചെയ്യാനാണ് കരുതിയത്? ഒരാൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിസ്കാരം അവസാനിപ്പിച്ച് ഇരുന്ന് കളയാമെന്ന് ഞാൻ കരുതിപ്പോയി. ബുഖാരി 3:15, 16, മുസ്ലിം 773. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യിത്തിലെ കുടുംബം, സമ്പത്ത്, പ്രവർത്തനം എന്നിവ അനുഗമിക്കും. 2 തിരിച്ചു പോരുകയും 1 മാത്രം മയ്യത്തിനോടൊപ്പം അവശേഷിക്കുകയും ചെയ്യും. സമ്പത്തും കുടുംബവും മടങ്ങും, പ്രവർത്തനം കൂടെ നിൽക്കും. ബുഖാരി 11:315, മുസ്ലിം 2960. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗം നിങ്ങളിൽ ഓരോരുത്തരോടും തന്റെ ചെരുപ്പിന്റെ വാലിനേക്കാൾ അടുത്തിരിക്കുന്നു, നരകവും അപ്രകാരമാണ്. ബുഖാരി 11:275. റബീഅ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകരും മദീന മസ്ജിദിലെ വിദ്യാർത്ഥികളിൽ അഹ്ലുസ് സുഫയിൽ ഒരാളുമാണ് ഇദ്ദേഹം. ഞാൻ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം താമസിക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളവും മറ്റു ആവശ്യ വസ്തുക്കളും ഞാൻ എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അവിടുന്ന് ആവശ്യമുള്ളത് ചോദിച്ചു കൊള്ളുക എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ സ്വർഗത്തിൽ അങ്ങയോടൊപ്പമുള്ള ജീവിതമാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് ഞാൻ പറഞ്ഞു. വേറൊന്നും നിനക്ക് ചോദിക്കാനില്ലേ എന്നവിടുന്ന് ആരാഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കത് മാത്രം മതി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ധാരാളം സുജൂദ് ചെയ്തുകൊണ്ട് ഇക്കാര്യത്തിൽ എന്നെ നീ സഹായിക്കണം. ഈ ആവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരാകരിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ്. മുസ്ലിം 489 ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ധാരാളം സുജൂദ് ചെയ്യുക സഹോദരങ്ങളെ.
ധാരാളം സുജൂദ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ സഹായിക്കാനാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗമാണതെന്ന് അല്ലാഹുവിന്റെ റസൂൽ തന്നെ ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലയായിരുന്ന സൗബാൻ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു, നീ ധാരാളം സുജൂദ് ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ വേണ്ടി നീ ചെയ്യുന്ന ഓരോ സുജൂദും നിന്നെ ഒരു പദവി ഉയർത്താനും നിന്റെ ഒരു പാപം പൊറുക്കാനും കാരണമാകുന്നതാണ്. മുസ്ലിം 488 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ സഫ്വാൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നല്ല പ്രവർത്തനങ്ങൾക്കുള്ള അവസരവും ദീർഘായുസ്സും ലഭിച്ചവനാണ് ജനങ്ങളിൽ അത്യുത്തമൻ. തുർമുദി 2330. ദീർഘായുസ് മാത്രം കിട്ടിയാൽ പോരാ, നല്ല പ്രവർത്തനങ്ങൾക്കുള്ള അവസരം ലഭിക്കുന്നവനാണ് ഉത്തമനെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. സഹോദരങ്ങളെ, അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, എന്റെ പിതൃ സഹോദരൻ അനസ് നദർ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നില്ല. ഒരിക്കൽ അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ബഹുദൈവാരാധകരുമായി അങ്ങാദം നടത്തി യുദ്ധത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇനി അത്തരമൊരു യുദ്ധത്തിൽ പങ്കുകൊള്ളാൻ അല്ലാഹു എന്നെ തുണക്കുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അല്ലാഹു ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ട് ഓടിയകന്നപ്പോൾ അനസ് ബിൻ നദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ, ഈ കൂട്ടുകാരുടെ പ്രവർത്തനത്തിൽ ഞാൻ എന്നോട് ക്ഷമ ചോദിക്കുന്നു. അവരുടെ അഥവാ ബഹുദൈവാരാധകരുടെ പ്രവർത്തനത്തിൽ നിന്ന് ഞാൻ ഒഴിയുമാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് കുതിച്ചപ്പോൾ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അദ്ദേഹത്തോട് പറഞ്ഞു, എന്റെ ലക്ഷ്യം സ്വർഗമാണ്. കഅബയുടെ റബ്ബിനെ തന്നെ സത്യം, ഉഹുദിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ സ്വർഗത്തിന്റെ പരിമളം ആസ്വദിക്കുന്നു. യുദ്ധാനന്തരം സഅദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ദൂതരെ, അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ വിവരിക്കാൻ സാധ്യമല്ല, അത്രയും സാഹസികമായിരുന്നു എന്നർത്ഥം. വാളുകൊണ്ടുള്ള വെട്ടും കുന്തം കൊണ്ടുള്ള കുത്തും അമ്പേറ്റ മുറിവുകളും അടക്കം 80 പരം പരിക്കുകൾ ഞങ്ങൾ അദ്ദേഹത്തിന് കണ്ടുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മാത്രമല്ല, ബഹുദൈവ ആരാധകരെ അംഗച്ഛേദം ചെയ്ത് ആ ശരീരം വികൃതമാക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സഹോദരി ഒരു വിരൽക്കൊടി വഴിയാണ് ആ മൃതദേഹം തിരിച്ചറിഞ്ഞത്. അദ്ദേഹത്തെ പോലുള്ള സത്യവിശ്വാസികളെ കുറിച്ചാണ് അള്ളാഹുവിനോട് കരാർ പാലിക്കുന്ന ചിലർ സത്യവിശ്വാസികളിലുണ്ട് എന്ന് ഖുർആൻ സൂക്തം അവതരിപ്പിച്ചത് എന്നാണ് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. അഹ്സാബ് 23, ബുഖാരി 6, 16, 17, മുസ്ലിം 1903 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അഹ്സാബ് 23-ാമത്തെ ആ സൂക്തം അദ്ദേഹത്തെ പോലുള്ളവരെ കുറിച്ചിറങ്ങിയതാണ് എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇബ്നു ഉഖബ റളിയല്ലാഹു അൻഹു നിവേദനം, ഇദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. ഞങ്ങളെ ചുമടേറ്റുന്ന തൊഴിലിൽ ഏർപ്പെട്ട സമയത്തായിരുന്നു സദഖയെ പറ്റിയുള്ള ഖുർആൻ സൂക്തം അവതരിപ്പിച്ചത്. അപ്പോൾ ഒരാൾ വന്ന് ധാരാളം സമ്പത്ത് ധർമ്മം ചെയ്തു. ജനങ്ങൾ പറഞ്ഞു, അയാൾ ലോകമാന്യക്കാരനാണ്. മറ്റൊരാൾ വന്ന് ഒരു സ്വായ ധർമ്മം ചെയ്തു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇവന്റെ സ്വായ അല്ലാഹുവിന് ആവശ്യമില്ല. ഈ സന്ദർഭത്തിലാണ് തൗബ സൂറത്തിലെ 79-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. സത്യവിശ്വാസികളിൽ ഉദാരമായി ധർമ്മം ചെയ്യുന്നവരും തങ്ങളുടെ കഠിനാധ്വാനത്തിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ എന്തെങ്കിലുമല്ലാതെ മറ്റൊന്നും ധർമ്മം ചെയ്യാൻ കഴിയാത്തവരെയും പരിഹസിക്കുന്നവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട് എന്ന് സൂക്തം അവതരിപ്പിച്ചത്. സഹോദരങ്ങളെ, ബുഖാരി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന 3:224, 8:249, 250, മുസ്ലിം 1018 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ദർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, എന്റെ അടിമകളെ, ഞാൻ ആരെയും ആക്രമിക്കുകയില്ല, നിങ്ങളും ആരെയും ആക്രമിക്കരുത്. അക്രമം നിങ്ങൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്റെ അടിമകളെ, നിങ്ങളിൽ ഞാൻ സന്മാർഗ ദർശനം നൽകാത്തവരെല്ലാം വഴിപിഴച്ചവരാണ്. എന്നോട് നിങ്ങൾ സന്മാർഗം ചോദിക്കുക, നിങ്ങളെ ഞാൻ സന്മാർഗത്തിലാക്കാം. എന്റെ അടിമകളെ, ഞാൻ ഭക്ഷണം നൽകിയില്ലെങ്കിൽ നിങ്ങളെല്ലാം വിശന്നു പറയുന്നതാണ്. എന്നോട് നിങ്ങൾ ഭക്ഷണം ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരാം. എന്റെ അടിമകളെ, ഞാൻ ധരിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളെല്ലാവരും നഗ്നരായിരിക്കും.
അതുകൊണ്ട് നിങ്ങൾ എന്നോട് വസ്ത്രം ആവശ്യപ്പെടുക, ഞാൻ നിങ്ങളെ ധരിപ്പിക്കാം. എന്റെ അടിമകളെ, പകലും രാത്രിയും തെറ്റ് ചെയ്യുന്നവരാണ് നിങ്ങൾ. ഞാനാവട്ടെ സർവ്വപാപങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ എന്നോട് പാപമോചനത്തിന് അപേക്ഷിക്കുക, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. എന്റെ അടിമകളെ, നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാൻ കഴിയില്ല. അതിന് നിങ്ങൾക്ക് കഴിയുമായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാനും നിങ്ങൾക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്ക് ഉപകാരം ചെയ്യുമായിരുന്നു. എന്റെ അടിമകളെ, നിങ്ങൾ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും സർവരും നിങ്ങളിൽ നിന്നുള്ള അതിഭക്തനായ ഒരു മനുഷ്യന്റെ മനസ്സ് പോലെ ആയി തീർന്നാൽ പോലും അതെന്റെ ആധിപത്യത്തിൽ യാതൊന്നും വർദ്ധിപ്പിക്കുകയില്ല. തീർച്ച എന്റെ അടിമകളെ, നിങ്ങളുടെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും സർവരും നിങ്ങളിൽ ഏറ്റവും ദുർവൃത്തനായ ഒരാളുടെ മനസ്ഥിതിയിലായാലും അതെന്റെ അധികാരത്തിൽ യാതൊരു കുറവും വരുത്തുകയില്ല. എന്റെ അടിമകളെ, നിങ്ങളുടെ മുൻഗാമികളും പിൻഗാമികളും മനുഷ്യരും ജിന്നുകളും ഒരു മൈതാനിയിൽ ഒരുമിച്ച് കൂടി എന്നോട് പ്രാർത്ഥിക്കുകയും അവർ ചോദിച്ചതെല്ലാം ഞാൻ കൊടുക്കുകയും ചെയ്താലും സൂചി സമുദ്രത്തിലിട്ട് എടുത്താൽ കുറവ് വരും പോലെയല്ലാതെ എന്റെ പക്കലുള്ളതിനെ അത് കുറയ്ക്കില്ല. എന്റെ അടിമകളെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം ഞാൻ പൂർത്തീകരിച്ചു തരും. അതിനാൽ ആർക്കെങ്കിലും വല്ല നേട്ടവും കിട്ടിയാൽ അവർ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. കോട്ടം പറ്റിയാൽ അവനെ തന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. ചിന്തിക്കുക സഹോദരങ്ങളെ, ആർക്കെങ്കിലും വല്ല നേട്ടവും കിട്ടിയാല് അവർ അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വല്ല കോട്ടവും സംഭവിച്ചാല് അവന്റെ പ്രവർത്തനം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. അതല്ലാതെ അല്ലാഹുവിനെ കുറ്റപ്പെടുത്താൻ നിൽക്കരുതിട്ട സഹോദരങ്ങളെ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഇദ്രീസ് ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ വിനയത്താൽ മുട്ടുകുത്തിയിരിക്കുക പതിവായിരുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിറിയക്കാർക്ക് ഇതിലേറെ മഹത്വമുള്ള ഒരു ഹദീസ് ലഭിച്ചിട്ടില്ല. മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു 2577. സഹോദരങ്ങളെ, ഈ ഹദീസ് ചിന്തിച്ചല്ലോ നിങ്ങളെ. അള്ളാഹുവിൽ നിന്നാണ് എല്ലാം. അള്ളാഹു സുബ്ഹാനഹു തആല പാപമോചനത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാല് അത് നൽകാൻ അള്ളാഹു സുബ്ഹാനഹു തആല തയ്യാറായി നിൽക്കുകയാണ്. അള്ളാഹുവിനോട് ഭക്ഷണം ചോദിക്കുക, അള്ളാഹുവിനോട് വസ്ത്രം ചോദിക്കുക, എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു എല്ലാം നൽകുന്നതാണെന്ന് ഈ ഹദീസിലൂടെ നമ്മെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. ഇനി വല്ല ബുദ്ധിമുട്ടുകളും ആർക്കെങ്കിലും വന്ന് പെട്ടാല് അത് അവനവന്റെ പ്രവർത്തനം കൊണ്ട് തന്നെയാണെന്ന് അവനവൻ വിചാരിക്കുകയും ചെയ്യട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും കടന്നു വരും. സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അള്ളാഹുവിന്റെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് കൂടുതൽ അടുക്കുക. സുന്നത്തുകൾ വർദ്ധിപ്പിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് ഇങ്ങനെ കൂടുതൽ എടുത്ത് അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ച് അള്ളാഹു സുബ്ഹാനഹു തആലയിലേക്ക് അടുക്കാൻ സഹോദരങ്ങളെ ഓരോരുത്തരും ശ്രമിക്കുക. ഞാനും നിങ്ങളും എത്രയോ പാപം ചെയ്തവരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഔദാര്യം കൊണ്ട് അവന്റെ കാരുണ്യം കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ചെറുപാപങ്ങളും വൻദോഷങ്ങളും അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു തരുമാറാകട്ടെ. മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരെയും എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. സഹോദരങ്ങളെ ചിന്തിക്കുക, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുക, അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തിക്കൊണ്ടേയിരിക്കുക. പ്രാർത്ഥനയിലൂടെ തന്നെയാണ് നമുക്ക് രക്ഷ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന നടത്തുക. സഹോദരങ്ങളെ, ഇന്നത്തെ ഹദീസ് ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പുതിയ അധ്യായവുമായിട്ട് കടന്നു വരാം. ചിന്തിക്കുക സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം ചൊരിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. എല്ലാവരും നിങ്ങളുടെ ദുആയിലൊക്കെ എന്നെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ സയ്യിദിൽ അർഹമർ റഹീമീൻ.